നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇന്ന് 8 ജൂൺ 2025. ഇന്ന് രണ്ടാം പെരുന്നാളാണ്. വലിയ പെരുന്നാൾ രണ്ടാം പെരുന്നാളാണ്. അറബിയുടെ കണക്കനുസരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം കല്ലേറേണ്ട ദിവസമാണിന്ന്. അപ്പോൾ അതുകൊണ്ട് നാളെ മെയിനായി എല്ലാവരും വിടുന്ന ദിവസമാണ്. നാളെ അസറോട് കൂടിയിട്ട് മെയിനായി ലെയറ് അവസാനിക്കും. ഇന്ന് ഞാനും പറയാൻ വന്നത് പിന്നെ ഒരു ചെറിയ നിങ്ങൾക്കും ഒരു പാഠങ്ങളൊക്കെ വേണമല്ലോ. സത്യസന്ധതയും ആത്മാർത്ഥതയും ചില സമയങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ നമ്മളുടെ കുടിയിരിപ്പ് വരെ പോയി പോകും. ആത്മാർത്ഥതയും സത്യസന്ധതയും ചെയ്താൽ നിങ്ങളാരും ഇങ്ങനെ ചെയ്യാൻ മെനക്കെടരുത്. പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടത് എല്ലാവരെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചില മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില ആളുകൾ അതിൽ തന്നെ ഈ പറയുന്നതിൽ തന്നെ ഒരുപാട് നല്ല ആളുണ്ട്. ഒരു കൂടമയമുട്ടിലെ ഒരു മൂന്നാമത്തെ മകനെക്കുറിച്ച് ഞാനിന്ന് ലോകരാഷ്ട്രത്തിൻ്റെ മുമ്പിൽ ഒരു ലൈവ് വരെയാണ്. സംഗതി അവൻ്റെ ഒരു വിവരക്കേടാണ്, ഒരു തെറ്റായ ഒരു ധാരണയാണ്. ആ ധാരണ തിരുത്താൻ നിങ്ങൾക്ക് ചിലപ്പം കഴിഞ്ഞേക്കും. ഞാൻ ശരിക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിൻ്റെ മുമ്പുള്ള വീഡിയോകളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആത്മാർത്ഥത ചെയ്തതാണ്. നിങ്ങൾക്കറിയാമല്ലോ, പഴയ കെട്ടിടം പണിക്കാരനാണ്. അങ്ങനെ ഇവൻ ഫോൺ നമ്പറൊക്കെ തന്ന് അന്വേഷിച്ച് വന്ന്, അതായത് കരിമ്പുള്ളിയിലാണ് ഇവൻ്റെ വീട്, അർഫ സിറ്റിയിൽ, കരിമ്പുള്ളിയിലെ അർഫ സിറ്റിയിൽ. ഇവൻ്റെ ഉമ്മ കാല് മുറിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിലും പണിയെടുത്തിട്ടുണ്ട്. എൻ്റെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മക്കയിലുള്ള ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള മഹക്കമൽ കുബറ, അതെന്ന് വെച്ചാൽ സൗദി അറേബ്യയുടെ മക്കയുടെ ഹൈക്കോടതിയുടെ മുന്നിൽ പണിക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു പിതാവ് കരഞ്ഞ്, അതായത് ഒരു കള്ളിമുണ്ടാണ് അറബികൾ തലയിലിടുക, നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതായിട്ട് കരഞ്ഞ് മുഖം പൊത്തിപ്പിടിച്ച് അങ്ങനെ യാചിക്കുന്നു. ഇയാളുടെ കയ്യിൽ ഒരു കെട്ട് കടലാസമുണ്ട്. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല, അറബി വായിക്കാൻ അറിയില്ല, പറയാനറിയില്ല. ഞാൻ ഇയാളോട് ചോദിച്ചു, അല്ല ഹബീബേ, എന്താ നിങ്ങൾ കരയണമെന്ന് ചോദിച്ചു. ആദ്യമൊക്കെ സലാം പറഞ്ഞു. മൂപ്പർക്ക് സലാം അടക്കാൻ വയ്യ. അങ്ങനെ കരയാണ്, ഒരു പിതാവിൻ്റെ കരച്ചിൽ. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തോട് ഒരു സാന്ത്വന നിലയ്ക്ക് ചോദിച്ചു, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു, മനസ്സിലാക്കി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനെ, അതായത് അധികം താമസിക്കാണ്ട് വധശിക്ഷ നടപ്പാക്കും. അതാണ് കാര്യം. നിങ്ങൾ കേൾക്കണം, എൻ്റെ ഒരു ആത്മാർത്ഥത നോക്കണമെന്ന്. അപ്പോൾ ഇയാളോട് ചോദിച്ചു, ഇയാളുടെ വീട് എവിടെയാണ്, എന്താണ് സംഭവം, ഏതായി കുട്ടികൾ. അപ്പോൾ ഈ സാർലജിലാണ് ഇയാളുടെ വീട്. സാർലജ് എന്ന് പറഞ്ഞാൽ അവിടെ അറിയുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇയാളുടെ ഈ വീടും പരിസരമൊക്കെ ഞാൻ നന്നായിട്ട് അറിയുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് വ്യവസായ സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ടാണ് അങ്ങനെ അറിയുന്നത്. അന്നത്തെ ഓരോ കുട്ടികളും നമുക്കറിയാം. ഇതിലൊരു കുട്ടിക്കാണ് ഈ കംപ്ലൈൻറ്റ്. യഥാർത്ഥത്തിൽ കൊല ചെയ്തത് ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. അതാണ് അതിൻ്റെ സത്യമാണ്. അങ്ങനെ ഈ പിതാവിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാരണം രണ്ടാമത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയും. ഈ വീഡിയോ ഫുള്ളായിട്ടാവില്ല, 5 മിനിറ്റ് ആയാൽ നിർത്തും, ക്ഷമിക്കണം. ഈ പിതാവിൻ്റെ ഫയൽ ഞാൻ വാങ്ങി തിരിച്ചു നോക്കി. ഞാൻ കോടതി വരെ പോയാൽ ഞാൻ റിട്ടേൺ വന്നിട്ട് ഈ ഫയൽ അയൽക്കന്നെ കൊടുത്ത് ഇവിടെ നിൽക്കി, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതിയിലെ ചേംബറിലെ വലിയ കാതിരവിടേക്ക് ഞാൻ പുറത്തു നിന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, ഒഴിഞ്ഞു നിന്നിട്ട്. അപ്പോൾ അവിടുത്തെ വലിയ കാതിനോട് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഇത് ഏതാണെന്ന് ചോദിച്ചു. ഏതാണെന്ന് മലയാളമല്ല, ഭാഷ അറബിയിലാണ്. അറബി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. ഫേൻ എന്താണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയാണ്. മീൻ വാന്ന്. എന്താ കാര്യമെന്ന് ഞാനൊരു ചെറിയൊരു മിസ്കിൻ്റെ ഒരു കാര്യം പറയാൻ വന്നതാണ്. മീൻ വാന്ന്. ഇയാൾ ഈ പറഞ്ഞു തന്നെ 2-3 തവണ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിൽക്കുന്നുണ്ട്. ആദ്യം ഞാനൊന്ന് പറയട്ടേന്നു, എനിക്ക് അറബി ഫുള്ളായിട്ട് പറയാൻ അറിയില്ല. അങ്ങനെയാണ് ഈ കാര്യത്തിൽ എത്തിപ്പെടുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, അയാൾ മിസ്കിനാണ്, അയാളുടെ മകനെ ഈ കുറ്റകൃത്യം ചെയ്യില്ല, അതെനിക്കറിയാം. കാരണം അയാളൊരു പാവം പിടിച്ചാണ്. അയാൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള സംവിധാനമില്ല, വക്കീലിനെ നിർത്താൻ പൈസ ഇല്ല. അതിൻ്റെ അർത്ഥം അയാളുടെ മകനെ വധശിക്ഷ നടപ്പാക്കാൻ ലെവലിലൊന്നും പറഞ്ഞില്ല.
കുറ്റം ചെയ്തവനെ ശിക്ഷ നടപ്പാക്കണം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. അതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. പക്ഷേ അത് എനിക്ക് അവിടെ ഒരു ഉപാധിയുണ്ട്, കുറ്റം ചെയ്തവന്. അത് അന്നും ഇന്നും എന്നും എൻ്റെ സ്ഥിതി അങ്ങനെ. ഞാൻ നിരപരാധിയാണെന്ന് ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ രണ്ടാം വരി വീണ്ടും ഇത് പരിശോധിക്കാനുള്ള സമയം വേണം. ഇയാളെ കുറ്റത്തിന് ഒഴിവാക്കുക എന്നല്ല, നിരപരാധിയാണ് എന്നാണ്. അപ്പോൾ യഥാർത്ഥ കുറ്റവാളി എവിടെ? ആ ഒരു ചോദ്യം കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെത്തേണ്ടതുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ ലെവലിൽ കാലിനോട്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു എവിടെയാളെന്ന് ചോദിച്ചു. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇയാളെ അകത്ത് കുളിച്ചു. അകത്ത് കുളിച്ചിട്ട് ഞാൻ പുറത്ത് നിർത്തിയിട്ട് ഇയാളെ ഫയൽ വാങ്ങിയിട്ട് മേശപ്പുറത്ത് വെച്ചു. ഈ മേശപ്പുറത്തിൻ്റെ വാക്കിൻ്റെ മുഖത്തേക്ക് നോക്കി ഫയലാണ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വലിയ സീലടിച്ചു. സീലടിച്ചിട്ട് ഇയാളോട് പോയിക്കോളാൻ പറഞ്ഞു. മകൻ അവിടെ എത്തും എന്ന് പറഞ്ഞു. മകൻ അവിടെ എത്തുമെന്ന് ഇയാളോട് പോയിക്കോളാൻ പറഞ്ഞു. ഇയാൾ അവിടെ നിന്ന് എന്നെ കടിച്ച് തിന്നു ഒരുപാട് സമയങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ്റെ യാതന, ആത്മാർത്ഥത. ഇത് സൗദി അറേബ്യയിലുള്ള ഇതാകുമ്പോൾ പട്ടാമ്പി ജില്ലയിലെ അറഫ സിറ്റിയിൽ, പട്ടാമ്പി ജില്ലയാണ് കേട്ടോ, അറഫ സിറ്റിയിൽ ഞാനിതുപോലെ ഒരു കൂടാൻ്റെ ഒരു ചെറിയ മകനെ അവൻ്റെ ഉമ്മ കാല് മുറിഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞു. എത്ര എണ്ണത്തിന് തണ്ടലം മുറിഞ്ഞത് അരമണിക്കൂർ നേരം കൊണ്ട് ഞാൻ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ആസ്പത്രിയിൽ പോയി മുറി കെട്ടിയ ആളുകൾക്ക് ഞാൻ ചില ഭാഗങ്ങൾ പറയാൻ മറക്കും, ചെയ്യാൻ മറക്കും. എന്ന് വെച്ചാൽ അത് കഴുകി വൃത്തിയാക്കി ഉണങ്ങിയതിൻ്റെ ശേഷമല്ലാണ്ട് ഇവ മരുന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ അത് എൻ്റെ അടുത്തൊരു വീഴ്ച. അതായത് ചില വാക്കിൽ ചിലപ്പോൾ നമ്മൾ പറയാൻ മറക്കുന്നുണ്ടല്ലോ. എൻ്റെ ഈ ഒരു ആത്മാർത്ഥത കാരണം എൻ്റെ നാട്ടുകാർക്ക് കിട്ടേണ്ട 7 കൊല്ലത്തെ ചികിത്സയാണ് പോയത്. അത് ലീഗേർ ഇവരും കൂടി അങ്ങോട്ട് കൊട്ടി ഘോഷിച്ച് ലെവലാക്കി സംവിധാനം. എല്ലാം പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ കേടുള്ളത് മാത്രം പിടിച്ച് പറഞ്ഞാണ്. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ വല്ലവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവരെ വളരെ പെട്ടെന്ന് വേണ്ടുന്ന നടപടിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഞാനിതിൻ്റെ അപ്പുറത്തെ പാലം വലിച്ച പണിയെടുക്കും. പാലം വലിച്ച പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം മോശമാവും. കാരണം ഇവന് നക്കി തിന്നാൻ ഉപ്പിന് ഗതിയില്ലാത്തവനാണ്. ഈ നുണപ്രചരണത്തിൽ ഇവൻ്റെ ഭാഷയ്ക്ക് യാതൊരു കുറവുമില്ല. നുണപ്രചരണത്തിനും ഭാഷയ്ക്കും ഈ കൂടാനെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ കൂടാന്മാരല്ല ഇത് പറയുമ്പോൾ ഇവൻ്റെ എളാപ്പ ഒരു സൈഡ് കുഴഞ്ഞിട്ട് ബ്ലോക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞതൊന്നും ഈ സംഭവം ഉണ്ടായിട്ട് ഇതും കൂടി എനിക്ക് തോന്നുന്നു ഒരു 5-8 കൊല്ലമായി കാണും എന്നൊരു തോന്നൽ. ഉറപ്പ് ഡേറ്റൊന്നും അറിയില്ല. 3 കൊല്ലം 8 കൊല്ലം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഡേറ്റൊന്നും എഴുതിയിട്ടില്ല. എന്തായാലും ഈ പിന്നെ അംസ എന്ന് പറഞ്ഞവന് ഒരു സൈഡ് ബ്ലോക്കായിട്ട് ഒരു 5-8 കൊല്ലമായി. ഞാൻ ഇയാളോട് പറഞ്ഞു 25,000 രൂപ തരികയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നിനക്ക് പണിക്ക് കയറാം, സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞ അയാൾ എന്നെ ധിക്കരിച്ചു കിടന്നു എന്നുള്ളതാണ്. ഇന്ന് വരെയും ഇദ്ദേഹത്തിൻ്റെ സൂക്കട് മാറിയില്ലെങ്കിൽ മാറാനും പോകുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തെരഞ്ഞാൽ കാണാം. കൂടാനംസ അവരുടെ പേരും കൊണ്ടൊന്നും ഞാൻ അവരൊന്നും മോശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാളെ തെറ്റ് ചെയ്തിട്ടുള്ളൂ, മറ്റുള്ളവരാക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഉത്ഭവം ഇംഗ്ലീഷ് മരുന്ന് പോയിട്ട് ഹോമിയോ മരുന്ന് പോയി പഴയ കുത്തുമരുന്നുകാരുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ള ചൂണ്ടിക്കാണിക്കലാണ് ഈ പറഞ്ഞ അഡ്രസ്സ് എടുത്ത് പറയുന്നതിൻ്റെ ഉദ്ദേശിച്ചത്. എനിക്കത് പറയാൻ കുഴപ്പമൊന്നുമില്ല. എന്താ കാരണം എൻ്റെ ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ട് അത് നിങ്ങൾ ചോദ്യം ചെയ്യരുത്. അത് ചോദ്യം ചെയ്താൽ നിങ്ങൾ പല ആൾക്കാരും ഉള്ളിൽ കൂടെ കുസു 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 എന്ന് പറയണം. നേരിട്ട് എന്നോട് പറയും അവിടെ ഇവിടെയും പോയിട്ട് നിന്ന് ഓരോന്ന് പറയരുത്, മോശമാക്കരുത്. ഞാൻ എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് മോശമായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ 1-2 കാര്യങ്ങളാക്കേണ്ടി വരും. എത്ര പൈസ നിങ്ങൾ അടച്ചു, ഏത് മരുന്നാണ് ഉപയോഗിച്ച്, അതിന് നിങ്ങൾ ഉപയോഗിച്ച രീതി, അതൊക്കെ ജനങ്ങളോട് പറയണം. ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ 3-4 കാര്യമാണ്. ഞാൻ മരുന്ന് വെച്ചുവെന്നും അതിന് പൈസ അടച്ചുവെന്നും അതിന് എത്ര തവണ ചെയ്തു എന്നൊക്കെ പറയണം. അല്ലാണ്ട് വെറുതെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കിയെന്നൊന്നും പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യും. മനസ്സിലായില്ല? ജനങ്ങൾക്ക് കിട്ടേണ്ട വലിയൊരു സംവിധാനമാണ് നിങ്ങളുടെ ഈ നുണപറച്ചിൽ കൊണ്ട് പോകുന്നത്. അത് നിങ്ങൾ നിസ്സാരമായിട്ട് ഇല്ലാണ്ടായി കളയരുത്. ഒരുപാടെണ്ണത്തിന് ഈ പറഞ്ഞതിൻ്റെ ശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് DGP പിന്നെ മറ്റേ അവരെ പേര് ഓർമ്മയില്ല, തൃശ്ശൂരാണ് അവരുടെ ഹെഡ് ഓഫീസ്. അവരിവിടെ തണ്ടലം മുറിഞ്ഞ് കിടന്നതാണ്. ഈ ബെഡിൽ കിടന്നിട്ട് അതിനെ കഴിഞ്ഞ പെരുന്നാൾക്ക് ചികിത്സ ചെയ്ത് നല്ല ക്ലിയറാക്കി ഇവിടുന്ന് വിട്ടാണ്ട്. ഇതിൻ്റെയൊക്കെ എത്രയോ ശേഷം ഞാൻ എത്രയോ ആളുകൾക്ക് ചെയ്തു. നമ്മുടെ പിന്നെ പല്ല് പല്ല് വേദനയ്ക്ക് മരുന്ന് വെക്കണേ ചെറുകരയിൽ പിന്നെ ഏലംകുളത്തുള്ള പപ്പൻ വൈദ്യരുടെ അമ്മ തണ്ടൽ കാലിൻ്റെ തുട മുറിഞ്ഞിട്ട് ഞാൻ ശരിയാക്കിയതാണ്.
5 മിനിറ്റ് നേരം കൊണ്ട് ശരിയാക്കിയാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. ചിലത് ഞാൻ പറയാൻ മറക്കും. ആത്മാർത്ഥത ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില തകരാറുകളുണ്ടായാൽ അത് രണ്ടാമത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മനസ്സും കൂടി ഉണ്ടാവണം എല്ലാവർക്കും. ഞാൻ ചിലപ്പം മറക്കും. ഞാനൊരു മനുഷ്യനും നിങ്ങൾ കോടിക്കണക്കിന് ആളുകളുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചില വിട്ടുപീഴ്ചകൾ നിങ്ങൾക്ക് അത് ശരിയായില്ലെങ്കിൽ ഇപ്പം എൻ്റെ തൊട്ട താഴത്തുള്ള വീട്ടുകാർ കാലിന് ഇതുപോലെ മരുന്ന് വെച്ചു, കാലും കട്ടായതാണ്, കാല് കട്ടായത്, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്നിട്ട് 2-3 മാസം വരെ പുറത്തേക്ക് കാണാനായിട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. എന്നിട്ട് ഫസ്റ്റിലെ തവണ മരുന്ന് വെച്ച് പിടിച്ചില്ല, 2ാം വരി അത് 2 ദിവസം കഴുകി ഉണക്കിയിട്ട് ശരിയാക്കിയിട്ടാണ് പിന്നെ മരുന്ന് വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് നീച്ച് കാണുന്നത്. ഇങ്ങനെയൊക്കെ വരും. അത് ഞാൻ തയ്യാറാണ്. ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള ആത്മാർത്ഥത ചെയ്തിട്ടാണ് എന്നെ നിങ്ങൾ ഇത്ര മോശമാക്കണത് എന്നുള്ള കാര്യം സമൂഹം അറിയണം. അതും മുസ്ലിങ്ങൾ. എന്തിനാ എൻ്റെ മോനെ ഈ ആദ്യം നുണയും കണിയൊക്കെ ഉണ്ടാക്കുന്നത്? നാട്ടുകാർ നിന്നെ തച്ചണ്ട് കൊല്ലില്ലേ ബുദ്ധിയുള്ളവർ കിട്ടിയാൽ. നീ എത്ര ഗൂഗിൾ പേയിൽ പൈസ തന്നു എന്നോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അത് മരുന്നിന് തന്നെയാണ് എന്ന് നീ ഉറപ്പിച്ച് പറയണം. നീ പറഞ്ഞാൽ പോലെ എൻ്റെ ഫയൽ ഇവിടെ കാണണം. മരുന്നിന് കൊടുത്തതും കിട്ടിയതൊക്കെ അതിലൊരു ഫയലുണ്ടായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഞാൻ വെറുതെ ഒന്നും ചെയ്യില്ല. കാരണം അത് ചെയ്തൊക്കെ തല പോണ കേസുകളാണ്. മനസ്സിലായില്ലേ? നിങ്ങളൊരാളെ ജീവരക്ഷാ മരുന്ന് തരാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊക്കെ തോന്നും. സിമ്പിളല്ല, അത് അതിലേറെ ഗൗരവം കൂടിയതാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം പണി ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചെയ്യണം. ചില തെറ്റ് പറ്റിയാൽ രണ്ടാമത് മറിച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓവർഡി ചിലവും വരും, ചീത്തപ്പേരും വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തരുത്. ഞാനൊരു BJPയിലേക്ക് പോയി എന്നൊരു കുറ്റം കൊണ്ട് നിങ്ങളെല്ലാവരും കൂടി എന്നെ തേജോവധം ചെയ്യുമ്പോൾ അരിഞ്ഞു പോകുന്നത് നിങ്ങളാണ് എന്ന കാര്യം നിങ്ങൾ മറക്കണം. ഞാനിവിടെ ആത്മാർത്ഥത മാത്രമേ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും കിട്ടാത്ത സാധനങ്ങൾ കയറി അപ്പളക്കപ്പള കയറി പല കേസുകളിലും പല ചുറ്റുപാടിലും. ഇന്ന് ഞാൻ ഇതിലൊരു ഫയലിട്ടുണ്ട്. ആ ഫയൽ എന്താണെന്ന് അറിയാമോ? 200 പഞ്ചായത്തിൻ്റെ പ്രവാസി മെമ്പറായിരുന്നിട്ട് ചെയ്തിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ. അന്ന് അന്തോണിയച്ചായൻ മുഖ്യമന്ത്രിയുടെ കാലത്തുള്ള ഫയലാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആരോടും മോശമായിട്ട് പെരുമാറരുത്. ഒരാളുടെ ആത്മാർത്ഥത ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യുന്നതല്ല. അത് മുഴുവനായിട്ടില്ലെങ്കിൽ നിങ്ങളതിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അത് മുഴുവനായിട്ടില്ല. എന്നിട്ട് ഉണ്ടായ സംഗതികളെ ഒക്കെ പറയണം. നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചു, എന്തൊക്കെ ചെയ്തു, അത് കംപ്ലീറ്റ് പറയണം. എന്നാലേ ഇന്ന് മാറ്റാൻ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാണ്ട് നിങ്ങൾ വെല്ലുവിളിക്കല്ലേ വേണ്ട, എന്നെ വെല്ലുവിളിക്കല്ലേ വേണ്ട, രാഷ്ട്രത്തിനെ വെല്ലുവിളിക്കരുത്. മനസ്സിലായില്ലേ? ലോകരാജ്യത്ത് എവിടെയും ക്യാൻസറിന് ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ഡോക്ടർമാരില്ല. ഞാനാ കൊടുക്കുന്നത് ഇത്ര തെറ്റാണെന്ന് നിങ്ങൾ കാണരുത്. കാണണമെങ്കിൽ ഞാൻ ചത്തിട്ട് RCCയിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തയച്ച നിരവധി എണ്ണത്തിനെ ഞാൻ രക്ഷപ്പെടുത്തി വിട്ട് അവരിന്ന് നല്ല ആരോഗ്യത്തോടു കൂടെ മക്കളും പേരമക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ടായാൽ പിന്നെ 6 കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലാത്തവൻ ഞാൻ മരുന്ന് വെച്ച് പോന്ന് 1 കൊല്ലം കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞേക്കും ടൈവസർ അയച്ച് കുറഞ്ഞ 5 കുട്ടികളാണ്. ഈ കുട്ടികളുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു മോശം അവസ്ഥയാണ്. എന്നിട്ട് ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ഇങ്ങനെയൊക്കെ കളി പറയാം. ഇത് ജാതേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നാദാപുരം ജാതേരിയല്ല, അങ്ങനെ നിരവധി സ്ഥലത്ത് ഒരു പെൺകുട്ടിനെ കുഴിച്ചിടാൻ കൊണ്ടുപോവുകയാണ് അവർ. ഒരച്ഛൻ, ഒരു തീയനാണ്. ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾക്ക് അങ്ങനത്തെ ജാതി പറയാൻ വേണ്ടിയല്ല ഞാനത് പറഞ്ഞത്, നിങ്ങളെ സന്തോഷിപ്പിക്കാനൊന്നുമല്ല. കുഴിച്ചിടാൻ കൊണ്ടുപോകാം ഒരു പെൺകുട്ടി, 18 വയസ്സ് പ്രായം. അന്നത്തെ ഞാൻ നോക്കിയാൽ 10 ദിവസം മരുന്ന് കൊടുത്തിട്ട് നമുക്ക് നോക്കാം, കുഴിച്ചിട്ടെങ്കിൽ നമുക്ക് സമയമായി ചെയ്യാമെന്ന് പറഞ്ഞു. പിള്ളേര് ആ കുട്ടിനെ ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഒരു 250 കിലോ തട്ടിയിട്ടാണ് ഈ ഉണങ്ങിയ പെൺകുട്ടിയെ പോയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കുഴിച്ചിടാൻ കൊണ്ടുപോകായിരുന്നു. 3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെ കാണുമ്പോൾ 250 കിലോ. അത് മാത്രമല്ല, അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പുരുഷന് നിലനിൽപ്പില്ല, നിൽക്കാൻ സാധിക്കില്ല. കാരണം അത്ര ഭംഗി. ഞാൻ മരുന്ന് ചെയ്യുമ്പോൾ തന്നെ പെൺകുട്ടിയുടെ തലയിലുള്ള മുടി നിര്യാണി വരെ നീളമുണ്ട്. നിങ്ങളല്ലേ പെണ്ണുങ്ങളുടെ മുടി നീളമുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവർ പിന്നീട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ ഏരിയയിലേക്ക് എനിക്കൊരു വണ്ടിയില്ല പോകാൻ. നാദാപുര ഏരിയ ഒഴിവാക്കേണ്ടായ കാരണം അതാ. പിന്നെ ചില ആളുകളുടെ സഹിക്കാൻ പറ്റാത്ത മണ്ടത്തരം, ഇതെന്നൊക്കെ എല്ലാവരും മാറണം. ഒരാളെ ആത്മാർത്ഥത ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അയാളെ കൂട്ടത്തോടെ നശിപ്പിക്കുന്നതിന് പകരം
കുറവുള്ളത് അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാനുള്ളൊരവസരം നൽകണം. ഇങ്ങനൊരു അപേക്ഷ എനിക്ക് പറയാം. നിങ്ങൾക്കും തെറ്റ് പറ്റാം. തെറ്റ് പറ്റിയാൽ അത് ചീത്ത നിങ്ങൾ കേൾക്കുകയും വേണം. അത് തിരുത്താനുള്ളൊരവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇതിനെ തിരുത്താൻ പറ്റിയില്ലെങ്കിൽ തിരുത്താൻ പറ്റുന്നതിന് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് ഞാൻ ചെയ്യുക. ഇവിടെ ഒരാൾക്ക് പറ്റിയ തെറ്റ് അടുത്ത ആൾക്ക് വരാതിരിക്കാനാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ ഇത് വിളിച്ച് പറഞ്ഞു, ശങ്കരമംഗലം അങ്ങാടിയിൽ നിന്ന് ചായപ്പീടിയക്കാർ ഫുള്ളായിട്ട് എനിക്ക് എതിരെ നിൽക്കുന്നതിൻ്റെ കാര്യങ്ങൾ. എടാ പൂറന്മാരെ, STPI ഊമ്പന്മാരെ, നിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലുള്ള കളികളൊന്നും എൻ്റെ അടുത്ത് ചിലവഴിക്കണ്ട. എൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്ത നായിൻ്റെ മക്കളെ ചവിട്ടി നിൻ്റെയൊക്കെ ഉമ്മാൻ്റെ വീട്ടിൽ ഞാൻ കയറ്റും. എനിക്കതിന് സാധിക്കും. എനിക്ക് നിങ്ങൾ ഇല്ലയെന്ന് വിചാരിക്കുന്ന സാധനം ഉണ്ടെന്നാക്കി തീർക്കാൻ എനിക്ക് കേവലം മണിക്കൂറുകളും മിനിറ്റുകളും വരും. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം ഓരോ കാര്യം. മനസ്സിലായില്ലേ? സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. മനസ്സിലായില്ലേ? ഞാനൊരു തെറ്റ് ചെയ്തൊരു മണ്ടത്തരം ചെയ്തെന്ന് വിചാരിക്കാം. എൻ്റെ ആത്മാർത്ഥതയാണല്ലോ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പം അത് പൊതുജനം കേട്ടല്ലോ. പിന്നെ ഇത് പറയുമ്പോൾ എല്ലാ പൊതുജനം കണക്കാക്കണം. ഞാൻ ഈ കുറ്റം പറഞ്ഞത് എല്ലാവരോടും കൂടിയല്ല, ഇത് ചെയ്യുന്ന ആളുകളോട് മാത്രമാണ്. അല്ലാതെ നാട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ആത്മാർത്ഥത ചെയ്തത് കൊണ്ടാണ്, കഠിനാധ്വാനം ചെയ്തത് കൊണ്ട് എനിക്ക് കിട്ടുന്ന കൂലികൾ നിങ്ങൾ അറിയണം. ഞാൻ എന്താ ചെയ്യുന്നതെന്നും അതുകൊണ്ട് ഉണ്ടായ ഗുണം എന്താണെന്നും ഇതിൽ എവിടെയാണ് നിങ്ങളോട് തെറ്റ് ചെയ്തതെന്നും നോക്കണം. ആത്മാർത്ഥത കൂടുതൽ. ഞാൻ കെട്ടിടപ്പണിക്കാരനാണ്, എന്നിട്ട് ഞാൻ ഈ ഫീൽഡ് എത്തിപ്പെട്ടു. ലോകത്ത് ഒരാളേക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഡോക്ടറേറ്റ് വരുന്നു. ഇത് ഒരു തമാശ കളിയാണെന്ന് നിങ്ങൾ കണക്കാക്കണ്ട. അനേകായിരം എണ്ണത്തിൻ്റെ കരൾ നന്നായി കൊടുത്തിട്ടുണ്ട്. ഇവരെ ഒരാളെ ചെയ്യാത്തൊരു കാലത്താണ് ഞാനും നിങ്ങളും ഉള്ളത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. 5 മിനിറ്റിൽ വന്നാണ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വല്ലാത്തൊരു സങ്കടം പിടിച്ചാണ്. പക്ഷേ ഇപ്പോൾ വന്ന ആളുകൾ ആ കാര്യങ്ങളൊക്കെ എന്നോട് തികഞ്ഞിരുന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയേണ്ടി വന്നത്. അത് നാട്ടിലെ ആളുകൾ കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായം പിന്നെ നിങ്ങൾ മോശമാക്കിയിടരുത്. ഇവിടെ വികസനം, നിങ്ങൾ വസ്ത്രം എടുത്തിട്ടുണ്ടോ, ചെരുപ്പിട്ടിട്ടുണ്ടോ, വാച്ച് ഉപയോഗിക്കുന്നുണ്ടോ, കറണ്ട് ഉപയോഗിക്കുന്നുണ്ടോ, ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ, അതൊക്കെ ശാസ്ത്ര ലോകത്തിൻ്റെയാണ്. അപ്പോൾ 10 തെറ്റുകൾ, അത് ഖുർആനിലും അങ്ങനെ തന്നെ, 10 തെറ്റുകൾ ഉണ്ടാകുമ്പോൾ 10 ശരികളുണ്ടാകുമ്പോൾ അതിൽ 1 or 2 തെറ്റുകളുണ്ടാവും. അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അത് നല്ല രീതിയിൽ ചൂണ്ടിക്കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അത് തിരുത്താൻ കഴിയുമെങ്കിൽ അയാൾ അറിയട്ടെ, എന്നിട്ട് അയാൾക്ക് തിരുത്താം. നാട്ടിൽ നിന്ന് മോശമാക്കാനല്ല. ഒന്നുമില്ലാത്തൊരു കാലത്ത് നിന്ന് 3850 രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ച് അത് 100% വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമൊന്നുമല്ല. ആ പടച്ചോൻ്റെ തുണ തന്നെയാണ്. 100%. അത് പടച്ചോൻ്റെ സപ്പോർട്ടില്ലാണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ പടച്ചോനല്ല, പടച്ചോൻ്റെ സപ്പോർട്ടില്ലാണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ദൈവങ്ങളെ, ഞാൻ ഏത് അമ്പലത്തിൽ ആര് പോകാനും ആണെങ്കിൽ അവരോട് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ദൈവത്തോട് പറയണമെന്ന് പറയും. അത് എൻ്റെ ഭാഗം. അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞു, അതിൻ്റെ കാര്യമാണ്. മക്കത്തൊക്കെ ഒരാരെങ്കിലും പോകാമെന്ന് വിചാരിച്ചാൽ റസൂലുള്ളാഹിൻ്റെ അവിടെ പോയി അസ്സലാമു അലൈക്കയ്യ ഉമ്മത്ത റസൂലുള്ളാഹ് എന്ന് പറയാൻ ഏൽപ്പിക്കും. ഉമ്മത്ത റസൂലുള്ളാഹ് എന്ന് പറയും. അസ്സലാമു അലൈക്കയ്യ റസൂലുള്ളാഹ് എന്നാണ് മദീനത്തെ പോയിട്ട് നിങ്ങൾ പറയേണ്ടത്. അസ്സലാമു അലൈക്കയ്യ റസൂലുള്ളാഹ്. ഇത് ഞാൻ ഏൽപ്പിക്കലുണ്ട് ഇവിടുന്ന്. അത് അവിടേക്ക് മാത്രമല്ല, ഏത് പോകുമ്പോഴും അവരോട് പറയും, പിന്നെ ദുആയും കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടി പറയും. അത് അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ ആത്മാർത്ഥത നിങ്ങൾ ചോദ്യം ചെയ്യരുത്. അസ്സലാമു അലൈക്കും.